വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തിരുവനന്തപുരം നന്ദൻകോട് ബിവറേജ് ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഔട്ട്ലെറ്റ് തുറന്നാൽ ഇനിയും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നന്ദൻകോട് ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിൽ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ച ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ച വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും സമരം പിൻവലിച്ചു. നന്ദൻകോട് സ്കൂളിന് സമീപത്ത് ഇന്നലെ രാവിലെയോടെയാണ് സമരം ആരംഭിച്ചത്. റെസിഡൻസ് അസോസിയേഷന്റെ പിന്തുണയോടെയാണ് സമരം നടന്നത്. ഇനി ഇവിടെ ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നാൽ അതിശക്തമായ സമരമുണ്ടാകുമെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഇവിടെ വന്നു നമ്മൾ വീണ്ടും പ്രൊട്ടസ്റ്റ് ചെയ്തു. നമ്മൾ സ്കൂളിന്റെ മുമ്പിൽ, ബാങ്കിന്റെ മുമ്പിൽ, ഈ റെസിഡൻസിന്റെ മുമ്പിൽ ഒന്നും ഇനി ഈ മദ്യ ഷോപ്പിംഗ് ഇവിടെ നടക്കത്തില്ല. നല്ല സന്തോഷമുണ്ട്. സമരം വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഇന്നലെ ബിവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് വിദ്യാർത്ഥിനികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന് സമീപം ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. ദേശീയപാതയോരത്തെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് ഉൾപ്രദേശങ്ങളിലേക്കാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മദ്യശാലകൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നത് ബിവറേജസ് കോർപ്പറേഷനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ സമ്മേളന നഗരിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന ചണമതിലും അതിലെ വരകളും മെട്രോ നഗരത്തിന് പുതിയ കാഴ്ച സമ്മാനിക്കുകയാണ്. 62 ചിത്രകാരന്മാർ വരച്ച 70ഓളം ചിത്രങ്ങളാണ് ഈ ചണമതിലിലുള്ളത്. സമകാലീന രാഷ്ട്രീയ വിളിച്ചോതുന്ന ഓരോ ചിത്രവും ഫാസിസത്തിനെതിരെയുള്ള കലാപാഹ്വാനം കൂടിയാണ്. മതജാതി വർഗീയ വിധ്വംസകത്വമേ മാറി നിൽക്കൂ. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായാണ് സമ്മേളനവേദിക്ക് ചുറ്റും ചണമതിൽ തീർക്കാൻ സംഘാടകർ തീരുമാനിച്ചത്. എന്നാൽ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു പറ്റം കലാകാരന്മാരെത്തിയതോടെ ചണമതിൽ വലിയൊരു ക്യാൻവാസായി മാറി. അവർ അതിൽ കോറിയിട്ടതൊക്കെയും ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പിനുള്ള ആഹ്വാനങ്ങളായിരുന്നു. രാജ്യത്താകെ വിദ്വേഷത്തിന്റെ വിഷപ്പൂക്കൾ കൃഷി ചെയ്യുന്നവർക്കെതിരെയുള്ള താക്കീതായി ചണമതിൽ മാറി. വ്യാജരാജ്യസ്നേഹധോരണി വേണ്ടിനി ജാതി പറഞ്ഞുള്ള തന്ത്രവും വേണ്ട. ഫാസിസം കഴുത്തിനു പിന്നിൽ നുഴഞ്ഞെത്തുമ്പോൾ നിശബ്ദനായിരിക്കാൻ കലാകാരൻ അവകാശമില്ലെന്ന് ഓരോ വരകളും വിളിച്ചു പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ടി.എ. സത്യപാൽ സമൂഹത്തോട് തങ്ങൾക്കുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ വിശേഷിച്ച് തന്നെ ചിത്രകലയുടെ മേഖലയിൽ നിന്ന് കലാകാരന്മാർ തയ്യാറാകുന്നത് പുതിയ കാലത്ത് നമ്മുടെ നാട് ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെളിച്ചം പകരാനും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചായവും ബ്രഷുമായി അവരെ നയിക്കാൻ കൂടി ഞങ്ങളുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 62 പേർ വരച്ച 70ഓളം ചിത്രങ്ങളാണ് ചുറ്റുമതിലുള്ളത്. പ്രമുഖ ചിത്രകാരന്മാരായ ബാലമുരളീകൃഷ്ണൻ, പ്രമോദ് കുരമ്പാല, സിന്ധു ദിവാകരൻ തുടങ്ങിയവരും തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ ചിത്രകലാ വിദ്യാർത്ഥികളും ക്യാമ്പയിനിൽ പങ്കാളികളായി. സാലി മുഹമ്മദ്, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം 2ാം ദിനത്തിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. കാലയളവിൽ 2,05,000 അംഗങ്ങളുടെ വർധനയുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങൾ ദുർബലമായ സംസ്ഥാനങ്ങളിൽ പോലും ഡിവൈഎഫ്ഐയുടെ അംഗബലം വർദ്ധിച്ചു. ബംഗാളിൽ ഇടക്കാലത്തുണ്ടായ തിരിച്ചടിയെ അതിജീവിക്കാൻ കഴിഞ്ഞതായും സംഘടന വിലയിരുത്തുന്നു. സമാന ചിന്താഗതിയുള്ള സംഘടനകളുടെ പൊതുവേദി രാജ്യമാകെ ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനായി ഡിവൈഎഫ്ഐ പരിശ്രമിക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് എം ബി രാജേഷ് എം പി പറഞ്ഞു. പ്രക്ഷോഭ സമരങ്ങളിലെ പങ്കാളിത്തം വർദ്ധിക്കുന്നു. മെമ്പർഷിപ്പിൽ ഇടക്കാലത്തുണ്ടായിട്ടുള്ള തിരിച്ചടി മറികടക്കുന്നു. സംഘടന അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കൂടുതൽ സജീവമാകുന്നതിന്റെ പ്രവണതകൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന മതേതര സംഗമം ഇന്ന് നടക്കും. വൈകിട്ട് 5-ന് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ രോഹിത് വിമുല നഗറിലാണ് പരിപാടി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, പ്രൊഫസർ MK സാനു, സ്വാമി സന്ദീപാനന്ദഗിരി, സംവിധായകൻ കമൽ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് ഭാഗികം. പല സ്ഥലത്തും സർവീസ് നടത്തിയ ബസ്സുകളെ സമരാനുകൂലികൾ തടഞ്ഞു. പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്ന CITU വിഭാഗം സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി. നിലവിലെ സമരം അനാവശ്യമാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. KSRTCയിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് സമരത്തിന് ഭാഗിക പ്രതികരണമാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത്. CITU വിഭാഗം സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ പലയിടത്തും ബസ്സുകൾ സർവീസ് നടത്തി. എന്നാൽ ചിലയിടങ്ങളിൽ സർവീസ് നടത്തിയ ബസ്സുകളെ സമരാനുകൂലികൾ തടഞ്ഞത് യാത്രക്കാരെ വലച്ചു.
അതിനിടെ കൊല്ലം ഡിപ്പോയിലെ ഡ്രൈവർ ശ്രീകുമാറിന് കൊട്ടാരക്കര ഡിപ്പോയിൽ വെച്ച് സമരാനുകൂലികളുടെ മർദ്ദനമേറ്റു. ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശ്രീകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTCയെ തകർക്കുന്നതാണ് പണിമുടക്കെന്നും ഇത് അനാവശ്യമാണെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് നടത്തുന്ന സമരം അനാവശ്യമായ ഒരു സമരമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ഒരു സ്ഥാപനത്തിൽ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ടി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ജീവനക്കാരോടുള്ള പ്രതിബദ്ധത. അപ്പോൾ അത്രമാത്രം പ്രതിബദ്ധത കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ പണിമുടക്കി സർവീസ് മുടക്കിയ ഒരു പണിമുടക്ക് സമരം KSRTCക്ക് ഭൂഷണമാണോ എന്നാണ് അവരാലോചിക്കേണ്ടത്. തിരുവനന്തപുരത്ത് പകുതിയിലധികം ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും KSRTCയെ കൂടുതലായി ആശ്രയിക്കുന്നവർ ഉള്ളതിനാൽ പണിമുടക്ക് യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തു. ദീർഘദൂര സർവീസുകളും സിറ്റി സർവീസുകളും ഭാഗികമായി നടക്കുന്നുണ്ട്. കോട്ടയം ജില്ലയെ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ മധ്യകേരളത്തിലും മലബാറിലും സമരം ഭാഗികമാണ്. ഇന്ന് അർദ്ധരാത്രിയാണ് പണിമുടക്ക് അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വീട്ടമ്മമാരുടെ കഠിനാധ്വാനത്തിൽ പാലക്കാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ നീരുറവ യാഥാർത്ഥ്യമായി. പുന്നക്കോടാണ് 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമുള്ള പാലക്കാട്ടുകാരുടെ കൊക്കർണി പൂർത്തിയാകുന്നത്. 21 മുതൽ 80 വയസ്സ് വരെയുള്ള വീട്ടമ്മമാരാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വേനൽ കടുത്തതോടെ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പാലക്കാട്ടെ ചിറ്റൂർ മേഖലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. വീട്ടമ്മമാരായ 28 പേരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി കൊക്കർണി എന്നറിയപ്പെടുന്ന നീരുറവ യാഥാർത്ഥ്യമാവുകയാണിവിടെ. 2 ഘട്ടങ്ങളിലായി 1 മാസത്തിലധികം നീണ്ട അധ്വാനം. കൂട്ടത്തിൽ 21കാരി രൂപിണി മുതൽ 80-ലെത്തി നിൽക്കുന്ന കാശു അമ്മ വരെയുണ്ട്. ഇപ്പൊ ഇല്ല മേനെ, ഇനി അങ്ങനെ നമുക്കറിയില്ല. ഇന്നത്തെ അവസ്ഥക്ക് ഇപ്പൊ ഇല്ല. വയ്യാണ്ട് വരികയാണ്, ഇനി വയസ്സായില്ലേ, ഓടുന്നത്രയ്ക്ക് അങ്ങനെ ഓർട്ടെ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ജലക്ഷാമം ഡിസംബറിൽ കണ്ടു തുടങ്ങിയതോടെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയാണ് കൊക്കർണി നിർമ്മാണം ആരംഭിച്ചത്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മാണത്തിന് അനുമതി നൽകി. കഠിനാധ്വാനത്തിനൊടുവിൽ വെള്ളം കണ്ടതിന്റെ സന്തോഷത്തിലാണിവർ. 9 മണിക്ക് പണി തുടങ്ങും, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടും 1 മണിക്ക്, പിന്നെ 5 മണിക്ക് പണി മാറും. ഇപ്പോൾ എവിടെയും വെള്ളം ഇല്ലാത്തതുകൊണ്ടേയും ഇത്രയും വെള്ളമുണ്ട്. ഇനി എല്ലാവിടെയും വെള്ളമാകുമ്പോൾ കൂടുതൽ നല്ലോണം വെള്ളമാവുമല്ലോ. കയ്യിലൊക്കെ ഈ പണിക്കാരുടെയൊക്കെ പൊള്ളം കുത്തിയിട്ടുണ്ടായിരുന്നു, ഈ കടപ്പാറയൊക്കെ വെച്ച് കുത്തുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ ജലസ്രോതസ് പുന്നക്കോട്ടുകാർക്ക് കടുത്ത വേനലിൽ ആശ്വാസത്തിന്റെ നീരുറവയാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് കോഴിക്കോട് തുടക്കമായി. കോഴിക്കോട് കടപ്പുറത്ത് 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ദേശഭാഷ വ്യത്യാസമില്ലാതെ പുസ്തകങ്ങളെ പരിചയപ്പെടാനും സംവാദങ്ങളിൽ പങ്കെടുക്കാനും ഇടമുണ്ട്. 4 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 300-ലധികം എഴുത്തുകാരാണ് പങ്കെടുക്കുന്നത്. ആദ്യ സാഹിത്യോത്സവത്തിലെ വിജയമാണ് കോഴിക്കോട് കടപ്പുറം തന്നെ സ്ഥിരം വേദിയാക്കി വീണ്ടും സാഹിത്യോത്സവം നടത്താൻ സംഘാടകർക്ക് പ്രേരണയായത്. സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയ നിർവഹിച്ചു. സദ്ഗുരു ജഗ്ഗി വാസുദേവ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശശികുമാറും മഞ്ജു വാര്യരും സദ്ഗുരു ജഗ്ഗി വാസുദേവനുമായി നടത്തിയ മുഖാമുഖത്തോടെയാണ് സാഹിത്യോത്സവത്തിലെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായത്. Very often, when the masses were out on the street, he had nothing doing. He went on fast. When India was attaining independence, he was on fast. I mean, I don't have to narrate all this history. Say, I am but not the one to. This is very different. What you are seeing here is a kind of insular, sectarian, majoritarian, fascistic almost propagation of. Where are you seeing these people? Every day, all around us. Where? I don't see them. Where do you see them? You must open your eyes. You'll see them. The problem with sadhana is you're closing your eyes. You might be able to see them. You know. No. See, the thing is, we have assumed things about people. വരും ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളും നടക്കും. ദേശീയ അന്തർദേശീയ എഴുത്തുകാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. OV വിജയന്റെ കാർട്ടൂണുകളുടെ പ്രദർശനം, പാചകോത്സവം തുടങ്ങിയവും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തിന്റെ കഥാകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ തേടി പ്രിയപ്പെട്ട കൂട്ടുകാരെത്തി. MA ബേബി, സക്കറിയ, M മുകുന്ദൻ, ആനന്ദ് തുടങ്ങിയവരാണ് പുനത്തിലിനെ കാണാൻ കോഴിക്കോടെത്തിയത്. ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായിരുന്നു ഒത്തുചേരൽ.
മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ പുനത്തിലിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരിയും സന്തോഷവും. കാണാനെത്തിയവരെല്ലാം ഏറെ പ്രിയപ്പെട്ടവർ. ഒരു തരത്തിൽ മലയാള സാഹിത്യത്തിന്റെ ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു കോഴിക്കോട്ടെ പുനത്തിലിന്റെ ഫ്ളാറ്റിൽ നടന്നത്. തന്നെ കാണാൻ ആദ്യമെത്തിയവരിൽ എം മുകുന്ദനും എം എ ബേബിയും ഉണ്ണിയാറും. പിന്നെ അത് ആനന്ദ് എന്ന എഴുത്തുകാരനിലേക്കും കടന്നു. അവസാനമായി സക്കറിയയോട് തീരാത്ത കുശലം പറച്ചിൽ, ഒരു കുട്ടിയെപ്പോലെ സ്നേഹപ്രകടനവും. പഴയ വിശേഷങ്ങൾക്കൊപ്പം എത്തിയവരെല്ലാം കാതോർത്തിരുന്നു. ഔപചാരികതകൾ ഒന്നുമില്ലാതെ പുനത്തിലിനെ കുറിച്ച് അബ്ദുൽ ഹക്കീം തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും. ശിലയിൽ തീർത്ത സ്മാരകങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകത്തിൽ പുനത്തിലിന്റെ കൃതികളുടെ പഠനങ്ങളും പുനത്തിലിനെ കുറിച്ചുള്ള മലയാളത്തിന്റെ എഴുത്തുകാരുടെ അനുഭവങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറെ നേരം ചിലവഴിച്ചാണ് പ്രിയപ്പെട്ട കഥാകാരന്മാർ മടങ്ങിയത്. പുതിയ കഥകൾക്ക് കാതോർത്തിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചും. കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കയെ കാണാൻ എഴുത്തുകാർ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിൽ പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നു. തത്സമയം രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും തന്നെ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ഏറ്റവും പ്രധാനമായും ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കൽ ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. A few days ago, on the 26th of January, we observed the 67th anniversary of the Republic Day. It was on that day in 1950 that the Republican Constitution of India was promulgated. It was on that day that India adopted a secular democratic constitution and became a republic. ഈ കഴിഞ്ഞ 26-ാം തീയതി നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 67ാമത് വാർഷികം ആചരിക്കുകയുണ്ടായി. ഇതേ ദിവസം തന്നെയാണ് 1950-ൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ഈ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത എന്നുള്ളത് സ്വാഭാവികമായും ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ ഒരു രാജ്യം ആണ് നമ്മുടേത് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയ്ക്ക് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഈ സന്ദർഭത്തിൽ ഏറ്റവും അനുയോജ്യമാണ്. A republic by definition means a state which is representing the will of the people, where the people are sovereign, not a divine monarch or king. But a republic can be of various types. It is not necessary that a republic should be a secular republic. If we look around the world today, there are many countries which are declared to be republics. But there are republics which also enshrine religion as the core or center of that republic. We have Islamic republics. We have even republics in which Christianity is recognized as the official religion. And there are republics which are secular in character. Our constitution is essentially a secular constitution because it says that the state will not privilege any religion over the other, neither will the state discriminate between citizens based on religion, creed or caste. നോക്കൂ, റിപ്പബ്ലിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന്
റിപ്പബ്ലിക് എന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനമാണ്. കാരണം ജനങ്ങളാണ് അവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് കേവലം ജനങ്ങളുടെ പരമാധികാരത്തെ പറ്റി മാത്രമല്ല പറയുന്നത്, അത് മതനിരപേക്ഷതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ലോകത്ത് പല രാഷ്ട്രങ്ങളും പരമാധികാര രാജ്യങ്ങളുണ്ട്, റിപ്പബ്ലിക്കുകൾ ഒരുപാടുണ്ട്, ഇസ്ലാമിക റിപ്പബ്ലിക്കുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില രാഷ്ട്രങ്ങൾ ക്രിസ്ത്യൻ മതത്തെ അതിൻ്റെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യൻ ഭരണഘടന വളരെ സുവ്യക്തമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക് ആണ് എന്നതാണ്. ആ മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപനത്തിൽ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഒരു പൗരനെതിരായും മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ടാകില്ല എന്നാണ്. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിക്ക് 83-ാം പിറന്നാളിന്റെ നിറവ്. ആർച്ച് ബിഷപ്പ് സുസൈപാക്യം, പാളയം ഇമാം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലളിതമായ പിറന്നാൾ ആഘോഷം. തീർത്തും ലളിതമായ പിറന്നാൾ ആഘോഷം. അതായിരുന്നു മലയാളികളുടെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചർക്ക് ശാന്തി സമിതി ഒരുക്കിയത്. ടീച്ചറുടെ 83-ാം പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി ആർച്ച് ബിഷപ്പ് സൂസപാക്യവും പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയും. സൂസപാക്യവും സുഗതകുമാരിയും ചേർന്നാണ് കേക്ക് മുറിച്ചത്. Happy birthday to you. May the good God bless you. Happy birthday to you. പിന്നീട് മധുരം വിളമ്പി ആർച്ച് ബിഷപ്പ് സൂസപാക്യം. സുഗതകുമാരി ടീച്ചറിന് സമൂഹത്തിൽ ഇന്നെല്ലാവരും ഒരു അമ്മയുടെ സ്ഥാനം കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അമ്മയുടെ സ്നേഹം കുറേയേറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചറിയുന്നവരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ അമ്മയ്ക്ക് ചുറ്റുമിരുന്ന് ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ഒരനുഭവമാണ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആശംസകളുമായി ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് ഷഫീർ മൗലവി, മുൻമന്ത്രി ബിനോയ് വിശ്വം എന്നിവരുമെത്തി. എല്ലാവർക്കും നന്ദി പറഞ്ഞ് ടീച്ചറും. ഞാൻ ആരെയും ക്ഷണിച്ചില്ല, ആരെയും അറിയിച്ചില്ല. വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമല്ലല്ലോ. എല്ലാവരും അറിഞ്ഞു വന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് വർഷമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കുറച്ചു കാലം കൂടി ഈ സ്നേഹത്തിൻ്റെ വഴിയിൽ വീണു പോകാതെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് അമ്പലത്തറ സോളാർ പാർക്കിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപ്പാദനം 32 മെഗാവാട്ടായി ഉയർന്നു. കാസർഗോഡ് ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സോളാർ പാർക്കുളങ്ങളിൽ ആദ്യത്തേതാണ് അമ്പലത്തറ പദ്ധതി. ജില്ലയിൽ നിന്ന് 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദനമാണ് ലക്ഷ്യം. കേന്ദ്ര നവനവീകരണ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങുന്ന 25 സൗരോർജ്ജ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറ സോളാർ പാർക്ക്. KSEBയും സോളാർ എനർജി കോർപ്പറേഷനും സംയുക്തമായി രൂപം നൽകിയ റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് സോളാർ പാർക്കിന്റെ ഉടമസ്ഥാവകാശം. ഫെബ്രുവരി 1 മുതൽ അമ്പലത്തറ സോളാർ പാർക്കിൽ നിന്നും 32 മെഗാവാട്ട് വൈദ്യുതി KSEBക്ക് ലഭിച്ചു തുടങ്ങി. ജില്ലയിൽ നിന്നും 200 മെഗാവാട്ട് സോളാർ വൈദ്യുതിയുടെ ഉൽപ്പാദനമാണ് ലക്ഷ്യമെന്ന് റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ ഓഫ് കേരള CEO അഗസ്റ്റിൻ തോമസ് പറഞ്ഞു. ഈ 50 മെഗാവാട്ട് പവറിന് പുറമെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്കീമിൽ ഇനി ഒരു 40 മെഗാവാട്ട് കൂടെ അമ്പലത്തറ സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 250 ഏക്കറിൽ ഏകദേശം 200 ഏക്കറിലെ പാനൽ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഭാഗികമായിട്ട് ഒരു 25 ഏക്കറിലെ പണികൾ ഇപ്പം നടന്നു വരികയാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാർച്ച് 31-നകം തന്നെ മുഴുവൻ പാനലുകൾ സ്ഥാപിച്ച് ഇത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് അമ്പലത്തറയ്ക്ക് പുറമെ പൈവിളിക, കിനാനൂർ, കരിന്തളം എന്നിവിടങ്ങളിലും സോളാർ പാർക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. 2018 ഈ പദ്ധതികൾ പൂർത്തിയാകും. പകൽ സമയത്ത് മാത്രമാണ് സോളാർ വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കുക. അതിനാൽ പകൽ സമയത്ത് ജലവൈദ്യുതി ഉപയോഗം കുറയ്ക്കാനാകും. കേരളത്തിന്റെ വൈദ്യുതി ഉൽപ്പാദന പ്രതിസന്ധിക്ക് ചെറിയ അളവിൽ ആശ്വാസം പകരുവാൻ സോളാർ പാർക്കുകൾക്ക് സാധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ 122ാം മഹായോഗം ഈ മാസം 12 മുതൽ 19 വരെ പമ്പ നദിക്കരയിലെ മാരാമൺ മണൽപ്പുറത്ത്
നടക്കും. ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 2:30 അഭിവന്യ വലിയ മെത്രാപ്പോലീത്ത മാർ ക്രിസോസ്റ്റം തിരുമേനി പ്രാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ചീഫ് സെക്രട്ടറി. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയ ഇടപാടിൽ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേലാണ് ശുപാർശ. റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ആഗോള ടെൻഡർ ഒഴിവാക്കി ഹോളണ്ടിൽ നിന്ന് മണ്ണുമാന്തി കപ്പൽ വാങ്ങാൻ ജേക്കബ് തോമസ് കരാർ നൽകിയെന്നും ഇതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നുമാണ് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇടപാടിലൂടെ 15 കോടിയുടെ നഷ്ടം ഖജനാവിനുണ്ടായി. ദില്ലിയിലുള്ള ഒരു വ്യക്തിയുമായി ചേർന്ന് ഇക്കാര്യത്തിൽ കൃത്രിമം കാണിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്ന കുറിപ്പോടെ ഫയൽ മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.